ആൽപ്പൻ കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു നാടൻ വിഭവമായ മുട്ട റോസ്റ്റ് ആണ്. അപ്പോൾ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് എളുപ്പത്തിനും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാന്നുള്ളതൊന്ന് നോക്കിയാലോ. മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 വലിയ സവാള, 1 വലിയ തക്കാളി, 2 പച്ചമുളക്, 4 വലിയ അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാളയും ടൊമാറ്റോയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുകയും ചെയ്യാം. പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് താളിക്കണം. കടുക് ഇട്ട് കൊടുക്കുന്നു. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാൻ ഇടുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. സവാള നല്ലോണം മുരിഞ്ഞ് ഗോൾഡൻ നിറം ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഉള്ളി ഇപ്പോൾ നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിൽ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇതിലേക്ക് അലിഞ്ഞു ചേരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും ടൊമാറ്റോയും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് വറുത്ത മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തിള വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ട ഒരു 2 സൈഡും ഇതുപോലെ ഒന്ന് അല്പം കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ അരപ്പൊക്കെ മുട്ടയിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് 1 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് ആ സ്റ്റൗവിൽ തന്നെ വച്ചിരിക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. പാലപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത്.